എത്താം. ഇപ്പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനിൽരാജ് ടെലിഫോണിലായി. ശ്രീ കെ അനിൽരാജ്, ഇത് എന്തുകൊണ്ടാണ് ഇവർക്കിപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഇവർക്ക് ശമ്പളം കിട്ടുന്നില്ല, കഴിഞ്ഞ 2 മാസമായി ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ. കരാർ ജീവനക്കാരാണ്, അവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പരാതി. അത് എന്തുകൊണ്ടാണ്? അല്ല, അതിലെന്താണ് കേസ് കംപ്ലൈന്റ് കൊടുത്തത് പ്രിൻസിപ്പൾ ഇറക്കി കൊടുത്തതിന്റെ കാര്യം, മന്ത്രി അവിടെ ആശുപത്രിയിലുള്ള സമയത്ത് കുറെ ആൾക്കാർ ബഹളം ഉണ്ടാക്കിയത് മാത്രമാണ് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അതെന്താണെങ്കിൽ മന്ത്രി വേദിയിൽ വെച്ചിട്ടും ആശുപത്രി വെച്ചിട്ടും ഇവരുടെ കംപ്ലൈന്റുകളൊക്കെ നന്നായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെയാണ് പുറത്ത് കുറെ ആൾക്കാർ ബഹളം ഉണ്ടാക്കിയത്. അതിന് മാത്രമേ കേസ് കൊടുത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് അന്വേഷിക്കുന്നുള്ള പ്രിൻസിപ്പൾ നാളിക്ക് മാത്രമുള്ള ഒരു കംപ്ലൈന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ആരുടെ പേര് വെച്ചിട്ടോ. ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്നത് കരാർ ജീവനക്കാർ ബഹളം ഉണ്ടാക്കി എന്നുള്ളതാണ് സംഘർഷ സാധ്യത. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആ സമയത്ത് അവിടെ ബഹളം ഉണ്ടായിരുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കംപ്ലൈന്റിൽ. അത് ആരാണ് ബഹളം ഉണ്ടാക്കിയത് എന്നത് അറിയാമോ താങ്കൾക്ക്? അത് ഇല്ല, അറിയില്ല. അല്ല, അപ്പൊ ഈ കേസ് എടുത്തിരിക്കുന്നത് ഈ പരാതി പറഞ്ഞ താത്കാലിക ജീവനക്കാർക്കെതിരെയാണോ? ആരെയല്ല, ഇല്ല, ആരുടെ പേരിലും കേസ് കൊടുത്തില്ല. അതാണെങ്കിൽ അത് നിങ്ങൾ പിന്നെ പുറത്തുനിന്ന് ആളുകൾ വന്ന് അവിടെ ബഹളം കൂട്ടുകയായിരുന്നു. ഈ സംഘം ചേർന്നു എന്ന് പറയുന്നത് ആരാകാം? അറിയില്ല. നമുക്ക് എന്താണെങ്കിൽ ആ സമയത്ത് അവിടെ ജീവനക്കാരും സ്റ്റുഡൻസും കുറെ ജനങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ആരാണ് ഉണ്ടാക്കിയത് നമുക്കറിയില്ല. ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു, എനിക്കറിയാൻ പറ്റിയില്ല. അതിന്റെ പേരിലും മാത്രമേ കംപ്ലൈന്റ് കൊടുത്തുള്ളൂ, അല്ല ആരുടെ പേരിലും കേസ് കൊടുത്തിട്ടുള്ളൂ. അതായത് ഇപ്പോൾ താങ്കൾ പറയുന്നത് ഈ കരാർ ജീവനക്കാർക്കെതിരെ അല്ല പരാതി, ആരോ സംഘം ചേർന്നവിടെ ഇല്ല കരാർ ജീവനക്കാർക്കെതിരെയോ അല്ലെങ്കിൽ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഒരാളെ പേരെടുത്ത് വെച്ച് പറഞ്ഞിട്ടില്ല. ബഹളം ഉണ്ടാക്കിയത് അന്വേഷിക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, ബഹളം ഉണ്ടാക്കിയവർ എന്തെങ്കിലും പറഞ്ഞു കാണുമല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യം ആ സമയത്ത് പറയുന്നുണ്ടാകുമല്ലോ. ഇല്ല ആ പരാതിയിൽ പറയണത് ആ സമയത്ത് മന്ത്രിയുടെ സന്ദർശന സമയത്ത് അവിടെ ബഹളം ഉണ്ടാക്കിയത് കുറെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിരുന്നു എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. അത് ആരാണെന്ന് അറിഞ്ഞുകൂടാ. അല്ല, ആ മുദ്രാവാക്യം വിളിക്കുന്നത് ഒരുപക്ഷെ ഈ ശമ്പളം കിട്ടുക, ശമ്പളം തരിക എന്നുള്ളതായിരിക്കുമല്ലോ. അതെനിക്കറിയില്ല ആരാണെന്നുള്ളത്. അപ്പൊ ഇതിലിപ്പോൾ എന്താണ് ഇതിന് അല്ലാതെ ഒരിക്കലും എന്താണെങ്കിൽ അവിടുത്തെ ഒരു വിഭാഗം ആൾക്കാർ എതിരെ കൊടുത്തിട്ടില്ല. നമ്മുടെ ജീവനക്കാരോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസോ വേറെ ആർക്കെതിരെയും കൊടുത്തിട്ടില്ല. ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിനെ ഒന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അതൊന്ന് അന്വേഷിക്കണമെന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകുമോ ഡോക്ടർ കെ അനിൽരാജ്? ശമ്പളത്തിന്റെ എന്താണെങ്കിൽ നമ്മളിപ്പോ നിലവിൽ STS ജീവനക്കാർക്ക് 1 മാസം ശമ്പളം പെൻഡിങ് ഉള്ളു. അതിപ്പോ സാധാരണഗതിയിൽ ഈ 15-ാം തീയതി അടുപ്പിച്ച് തന്നെയാണ് അത് പ്രോസസിങ് വരുന്നത്. അത് ജൂലൈ ശമ്പളം, ഓഗസ്റ്റ് 15 അടുപ്പിച്ച് ശമ്പളം വരുന്നത്. പിന്നെ എന്താണെങ്കിൽ കാസ്റ്റ് ജീവനക്കാർക്ക് ജൂൺ മാസത്തെ പകുതിയും ജൂലൈ മാസത്തെയും ഉണ്ട്. അത് ഗവൺമെന്റിന്റെ ഫണ്ട് വരുന്ന മുറയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. നേരത്തെ 3-4 മാസം വരെയൊക്കെ ശമ്പളം വൈകിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ നമ്മളെ എത്രയും പെട്ടെന്ന് പൈസ വരുന്നവരൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ബഹളം വെക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. STS ജീവനക്കാർക്ക് നമ്മൾ സാധാരണ 15-ാം തീയതി കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ശമ്പളം കൊടുക്കാറുള്ളത് എല്ലാ മാസവും. നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ശരി, മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനിൽരാജ് ആണ് ഇപ്പോൾ ടെലിഫോണിൽ സംസാരിച്ചത്. നേരത്തെയാണ് ആരോഗ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ശമ്പളം ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമായി താത്കാലിക ജീവനക്കാർ അങ്ങോട്ടേക്ക് എത്തിയത്. പിന്നീട് സംഘം ചേർന്ന് ബഹളം വെച്ചു, സംഘർഷ സാധ്യതയുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് എടുത്തിരിക്കുന്നത് പ്രിൻസിപ്പലിൻ്റെ പരാതിയിലാണ്. കണ്ടാലറിയാവുന്ന കരാർ ജീവനക്കാർക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ വിശദീകരണം വരുന്നത് താൻ ആ തരത്തിലേക്ക് പരാതി നൽകിയിട്ടില്ല, അവിടെ സംഘം ചേർന്ന് ചില ആളുകൾ ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചു, അതാരാണ് എന്നത് അറിയില്ല, അത് കരാർ ജീവനക്കാരാണ് എന്നത് താൻ പറയുന്നില്ല, തനിക്ക് ആരാണെന്ന് അറിയില്ല, അങ്ങനെ ബഹളമുണ്ടാക്കിയവർക്കെതിരെ പരാതി കൊടുത്തു, അതായത് മന്ത്രി അവിടെ ഉള്ളപ്പോൾ അത് പ്രോട്ടോകോൾ ലംഘനമാണ്, അതുകൊണ്ട് പരാതി കൊടുത്തു എന്നത് മാത്രമാണ്. അതല്ലാതെ ഈ താത്കാലിക ജീവനക്കാർക്കെതിരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. ശമ്പളവുമായി ബന്ധപ്പെട്ടും പറയുന്ന തരത്തിലേക്കുള്ള ആശയക്കുഴപ്പമില്ല എന്നുകൂടി പ്രിൻസിപ്പൽ വ്യക്തമാക്കുകയാണ്.